മലയാളി വാർത്തയുടെ ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു വളരെ ഒരു ഉച്ച സമയമാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വാർത്തയുമായിട്ട് ഒരു നടനുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ബാലയാണ്. ഹേമ കമ്മിറ്റി കമ്മീഷനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഇന്ന് മലയാളി വാർത്തയോടൊപ്പം ചേരുന്നു. സാർ നമസ്കാരം. അതിൻ്റെ വളരെ വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ പേര് പറയാനെല്ലാം മടിക്കുമായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സാർ എന്താണ് സാറിന് പറയാനുള്ളത്? സാറിൻ്റെ അഭിപ്രായം എന്താണ്? വ്യക്തികളല്ലേ, വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ആൻ അസോസിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ മീഡിയക്കും ഒരു കാര്യം എടുത്തു പറയണം. നിങ്ങൾ ഒരു അസോസിയേഷന് കുത്താൻ നിന്നാൽ ഒരു ഇൻഡിവിജ്വൽ വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് പ്രൊജക്റ്റ് ആവില്ല. സോ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. അമ്മ അസോസിയേഷൻ ആണെങ്കിലും ഫെഫ്ക ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലിருந்து ത്രൂ ഔട്ട് ദ വേൾഡ് അങ്ങനെയാണ് അസോസിയേഷൻസ് ഉണ്ടാവുന്നത്. സോ ചില വ്യക്തികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശിക്ഷ, ദേ ഹാവ് ടു ഫേസ് ദി ട്രയൽ. അതിൽ ഒരു മാറ്റമില്ലല്ലോ. നാം മുൻപ് തൊട്ടേ പറയുന്ന ഒരു കാര്യം എന്താ, കേരളം നെറ്റിപ്പോയ കേസുകളൊക്കെ കുറേ ഉണ്ട്. അതിനുശേഷമാണ് ഹേമ കമ്മീഷൻ വന്നിരിക്കുന്നത്. സോ ഇന്ന് ഹേമ കമ്മീഷൻ വന്നു, ഇപ്പൊ ഇത്രയും ഒരു അവയർനെസ് വന്നു. അപ്പൊ മുമ്പ് നിങ്ങൾക്ക് അവയർനെസ് ഇല്ലയാ? ആർക്കും ഇല്ലയാ? നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടിയാ എല്ലാവരും കേരളത്തില്? മുൻപ് അവയർനെസ് ഇല്ലയാ? എത്ര കേസ്, എത്ര സെലിബ്രിറ്റി കേസ് വന്നിട്ടുണ്ട്. എല്ലാം നിലവിലുള്ള കേസാണ്. അതിന് വിധി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് മുൻപ് വന്ന് പറഞ്ഞത്. പക്ഷെ മീഡിയാസ് എല്ലാവരും കയറി അമ്മ അസോസിയേഷൻ അറ്റാക്ക് ചെയ്യുന്നതും ആക്ടേഴ്സെ കുറിച്ച് മോശം പറയുന്നതും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഒരു അവസരം കൂടി കൊടുക്കണമെന്നാണ് ബാല പറയുന്നത്. അതായത് എന്താ പറയുക, കുറ്റാരോപിതം തെളിഞ്ഞിട്ടില്ല, തെളിവില്ല, അതുകൊണ്ട് കുറ്റം തെളിയട്ടെ, അതിനുശേഷം ശിക്ഷിച്ചാൽ പോരെ എന്നാണോ? അങ്ങനെയല്ലേ? ആർക്ക് അവസരം കൊടുക്കണം? അവസരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കുറ്റം ആരോപിച്ചല്ലോ, സിദ്ദിഖിന്റെ പേരിലും ജയ്സൂരുടെ പേരിലൊക്കെ കുറ്റം ആരോപിച്ചു. അപ്പോൾ തെളിവുകളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തെളിവുണ്ടാവട്ടെ, അതിനുശേഷമല്ലേ ഇങ്ങനെയുള്ള സംസാരം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അസോസിയേഷൻ വരുമ്പോ ലാലേട്ടനാണ് പ്രസിഡന്റ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും മെമ്പേഴ്സും രാജിവെച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ കറന്റ് പോയിന്റിൽ വരുമ്പോ നമ്മൾ ലാഗ് അടിക്ക് വേണം, കറന്റ് പോയിന്റ് പോകാം. ഇപ്പൊ മീഡിയ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാല് അമ്മ അസോസിയേഷൻ പേടിച്ചോ, അമ്മ അസോസിയേഷൻ എല്ലാവരും രാജിവെച്ചോ? ഒരിക്കലുമില്ല. ഇത് രാജിന്ന് അങ്ങനെ പ്രൊജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫോർ സർട്ടൻ റീസൺസ്. നിങ്ങൾ തന്നെ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. മമ്മൂക്ക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ് കേരള ഭൂമിയിൽ. അവർ സംസാരിച്ച ഒരു ഡെസിഷൻ എടുത്തിരിക്കുക, മേ ബി ഒരു റീ എലക്ഷനുക്ക് വേണ്ടിയായിരിക്കും, നല്ല കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയായിരിക്കും, ഇനി ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. വൈ ഡോണ്ട് യു സ്പീക്ക് അബൌട്ട് ദ പോസിറ്റീവ് തിങ്സ്? നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ പിന്നീട് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന പേരൊക്കെ ഇപ്പൊ പറയാം. അപ്പൊ മുമ്പുള്ള പേരൊക്കെ എവിടെ പോയിപ്പാ? ദുബായിക്ക് ഓടിപ്പോയ ആളൊക്കെ എവിടെ? ദുബായിക്ക് ഓടിപ്പോയ ആളുടെ കേസ് എന്തായി? ഞാൻ ഓപ്പണായിട്ട് പറയുന്നല്ലോ, ദിലീപ് ഏട്ടന്റെ കേസ്. ദിലീപ് ഏട്ടൻ ഇപ്പൊ 7 വർഷമായി. ആള് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലുണ്ടാവും. 7 വർഷം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തിരിക്കുന്നത് തെറ്റല്ലേ? പിടിച്ചകത്തില് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പിച്ചത്. തെറ്റ് ചെയ്താൽ കേരള ഭൂമിയിൽ ശിക്ഷ ഉണ്ടോ, അതിന്റെ വകുപ്പുണ്ടോ? അതെല്ലാം അറിഞ്ഞിട്ടാണോ ഹേമ കമ്മീഷൻ നിങ്ങൾ ഉണ്ടാക്കിയത്? ഇപ്പൊ ഇത്രയും പേർ വന്നു, അതിന് സാക്ഷി ഉണ്ടോ? സാക്ഷി ഉണ്ടെങ്കിൽ കേസ് എടുക്കുവോ? ക്രൈം കേസ് ആവുമോ? ക്രൈം കേസ് ആയാൽ ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പുണ്ടോ? ഇല്ല. ഇതെല്ലാം നമുക്ക് അതിലെ കേട്ടുകിട്ട് ഇപ്പൊ എന്താ മലയാളി വാർത്തയ്ക്ക് ബാല ഭക്ഷണം കഴിക്കാൻ നേരത്ത് വന്ന് മൈക്കും പിടിച്ചിട്ട് നിന്ന് ഇത് ഒരു 4 പേർ പാവം ഒരു ഒരാഴ്ച ബഹളം നടക്കും. അടുത്ത് മുല്ലപ്പെരിയാർ ന്യൂസ് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ പോയി ചാടും, ഇവിടെ എല്ലാം മറക്കും. പക്ഷേ അസോസിയേഷനിൽ ഇരിക്കുന്ന പാവപ്പെട്ടവർക്ക് നഷ്ടമുണ്ടാവും, കുറേ നഷ്ടമുണ്ടാവും. അതിലെ കയറി ദയവേത് 2 കൈ കുപ്പി ഞാൻ പറയാണ്, നിങ്ങളുടെ ബഹളത്തിനിടയ്ക്ക് ഈ മീഡിയാസ് കുറച്ച് മനസാക്ഷി കൂടെ വയ്ക്കുക. മീഡിയാസ് കുറച്ചുകൂടെ മനസാക്ഷി വെച്ചിട്ട് ചിന്തിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്,
കുറച്ച് ചീത്ത ആളുകളുണ്ട്. ചീത്ത ആളുകൾക്ക് ശിക്ഷ കിട്ടണം, നല്ലവർക്ക് ന്യായം കിട്ടണം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എന്തായാലും അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം മലയാളി വാർത്തയ്ക്ക് വേണ്ടി തന്നു സാർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. மீடியா நியாயத்தோட நில்லுங்கப்பா. நியாயம் ஏதோ மீடியாஸ் எல்லாம் நியாயத்தோட இருக்கு. ஆവശ്യം இல்லாத കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ യഥാർത്ഥ കള്ളൻ എസ്കേപ്പ് ആവും, മണ്ടന്മാരാവരുത്. ഡോണ്ട് സ്പ്രെഡ് നെഗറ്റിവിറ്റി അല്ലേ? ഡോണ്ട് സ്പ്രെഡ് ഫാൾസ് ന്യൂസ്. സത്യം പറ. ഓക്കെ, സത്യം പറയാന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും വളരെ വിലയേറിയ സമയമാണ്, അതിന്റെ വളരെ വിലയേറിയ സമയമാണ് നമുക്ക് വേണ്ടി തന്നൊരു എക്സ്ക്ലൂസീവാണ് മലയാളി വാർത്തയിൽ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള വെളിപ്പെടുത്തലുമായിട്ട് അവരവരുടെ തുറന്ന നിലപാടും അഭിപ്രായമായിട്ട് മലയാളി വാർത്തയുടെ മറ്റു ലൈവിലൂടെ കാണാം. രാജീവ് വായാപ്പറമ്പ്, ക്യാമറമാൻ രാജീവ് വായാപ്പറമ്പിനോടൊപ്പം അതിനാരായണൻ.